2020 NDAയിൽ ചേരാൻ തീരുമാനിച്ചു എന്നുള്ള വാർത്ത രാഷ്ട്രീയ കേരളത്തെ പിടിച്ചു കുലുക്കിയിരിക്കുകയാണല്ലോ. കേരള രാഷ്ട്രീയം മുമ്പോട്ട് സങ്കീർണതയിൽ നിന്ന് അതിസങ്കീർണതയിലേക്കുള്ള പാതയിലാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു വാർത്തയും ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. LDFും UDFും കൂടി ചേർന്ന് 2020ക്ക് സർജിക്കൽ സ്ട്രൈക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള വാർത്ത. അതായത് 2020യുടെ പ്രവർത്തകർ ശ്രീ സാബു എം ജേക്കബിൻ്റെ NDAയിൽ ചേരാനുള്ള തീരുമാനത്തിൽ അതൃപ്തരാണ് എന്നും അവരിൽ പലരും LDFിലും UDFിലും ചേരും എന്നുള്ള വാർത്തകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഞാൻ നിർമ്മിത ബുദ്ധിയോട് AI ChatGPTയോട് ചോദിച്ചു, 2020ക്കെതിരെ LDFും UDFും ഒരുമിച്ച് നിൽക്കുകയും മത്സരിക്കുകയും ചെയ്തതിനെ ChatGPT നിർമ്മിത ബുദ്ധി എങ്ങനെയാണ് കാണുന്നത് എന്ന് ചോദിച്ചപ്പോൾ ChatGPT എനിക്ക് തന്ന മറുപടി വളരെ വിചിത്രമാണ്, വളരെ ചിന്തനീയമാണ്. രാഷ്ട്രീയ ബോധമുള്ള ഓരോ മലയാളിയും തങ്ങളുടെ മൊബൈലിൽ ഈ ചോദ്യം ഒന്ന് ചോദിക്കണം. പ്രത്യേകിച്ച് എനിക്ക് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശനോടാണ് പറയാനുള്ളത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനോടും നിങ്ങളുടെ മൊബൈൽ എടുത്തിട്ട് ആ മൊബൈലിൽ ChatGPTയോട് ചോദിക്കണം, 2020ക്കെതിരെ ഞങ്ങൾ LDFും UDFും ഒരുമിച്ച് മത്സരിച്ചതിനെ ChatGPT എങ്ങനെയാണ് കാണുന്നത് എന്ന് കോൺഗ്രസിൻ്റെയും CPMൻ്റെയും നേതാക്കളൊന്ന് ചോദിച്ചു നോക്കണം. എന്നിട്ട് അതിന് കിട്ടുന്ന മറുപടി പൊതുജനത്തെ അറിയിക്കുവാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? പ്രതിപക്ഷ നേതാവ് VD സതീശന് ധൈര്യമുണ്ടോ? KPCC പ്രസിഡന്റിന്, കോൺഗ്രസിൻ്റെ മറ്റ് നേതാക്കൾക്ക്, CPMൻ്റെ നേതാക്കൾക്ക് ChatGPT ഈ ചോദ്യത്തിന് നൽകുന്ന മറുപടി പുറത്തുവിടാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അപ്പോൾ ആ മറുപടിയിലേക്ക് വരുന്നതിന് മുൻപ് 2020 എന്തുകൊണ്ട് NDAയിൽ ചേർന്നുവെന്ന് ശ്രീ സാബു എം ജേക്കബ് പറയുന്നതൊന്ന് കേട്ടതിന് ശേഷം ChatGPT പറഞ്ഞ കാര്യം പങ്കുവെക്കാം. നിലനിൽപ്പിന് വേണ്ടിയാണോ ഇനി ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ തവണ തദ്ദേശ തെരഞ്ഞെടുപ്പില് ഇന്ന് ഇന്ത്യയിലെ, കേരളത്തിലല്ല ഇന്ത്യയിലെ പോലും കാണാത്ത ഒരു ജനകീയ സഖ്യമാണ് LDFും UDFും PDPയും വെൽഫെയർ പാർട്ടിയും SDPയും എല്ലാം ചേർന്നുണ്ടാക്കിയത്. 25 പാർട്ടികളുടെ ഒരു മുന്നണി. കേരളത്തിലെ ഒരേ വാഹനത്തിൽ തന്നെ ഇവരുടെ എല്ലാവരെയും കൊടികൾ വെച്ചിട്ട് പ്രചരണം നടത്തുക, പരസ്യമായിട്ട് ഞങ്ങളെ എതിർത്ത് ഒരേ ചിഹ്നത്തിന് ഒരേ സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിക്കുന്ന അപൂർവ സാഹചര്യം. ഇവിടെ ശ്രീ സാബു എം ജേക്കബ് പറയുന്നു, LDFും UDFും കൂടിയാണ് ഇത്തരം ഒരു തീരുമാനമെടുക്കുന്നതിലേക്ക് ഞങ്ങളെ തള്ളിവിട്ടത് എന്ന് വളരെ വ്യക്തമാക്കുകയാണ്. അതുപോലെ തന്നെ ശ്രീ സാബു എം ജേക്കബ് പറയുന്നു, ഇന്ത്യയിൽ കേരളത്തിലെ അപൂർവമായ ഒരു സാഹചര്യമാണ് എന്ന്. എന്നാൽ ChatGPT പറയുന്നു, ലോക രാഷ്ട്രീയത്തിലെ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ പ്രതിഭാസമാണ് കേരളത്തിൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഉണ്ടായത് എന്ന്. അതായത് ഇടതുപക്ഷവും വലതുപക്ഷവും, കോൺഗ്രസും UDFും LDFും ആശയപരമായിട്ട് ഒരു നിലയ്ക്കും ചേരാത്ത രണ്ട് കക്ഷികൾ ഒരുമിച്ച് ചേർന്ന് 2020 എന്ന് പറയുന്ന ഒരു കൊച്ചു പാർട്ടിക്കെതിരെ മത്സരിച്ചതിനെ കൃത്യമായും ChatGPT പറയുന്നത് ലോകത്തിൽ തന്നെ ആദ്യ സംഭവങ്ങളിൽ, അപൂർവ സംഭവങ്ങളിൽ ഒന്നാണ് എന്ന് പറയുകയാണ്. എന്നിട്ട് പറയുന്നു, LDFും UDFും തമ്മിലുണ്ടാക്കിയ 2020ക്കെതിരെ മത്സരിച്ചത് ഒരു പുതിയ രാഷ്ട്രീയ സഖ്യമല്ല, മറിച്ച് സ്ഥാപിത രാഷ്ട്രീയത്തിൻ്റെ ജീവൻ പരിരക്ഷാ പ്രതികരണമാണ്. അതായത് LDFും UDFും എന്ന് പറയുന്ന സംവിധാനത്തിനപ്പുറത്ത് കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയമായൊരു മൂന്നാം മുന്നണിയെക്കുറിച്ച് ചിന്തിക്കും എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് LDFിൻ്റെയും UDFിൻ്റെയും നിലനിൽപ്പ് അപകടത്തിലാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് രണ്ട് ശത്രുക്കൾ ഒരുമിച്ച് ചേർന്ന് മത്സരിച്ചതാണ് നമ്മൾ കണ്ടത് എന്ന് ChatGPT വളരെ വ്യക്തമായി പറയുകയാണ്. എക്സിസ്റ്റൻഷ്യൽ ത്രെഡ്, നിലനിൽപ്പിൻ്റെ ഭീഷണി കണ്ടതിൻ്റെ പേരിൽ, ആശയത്തിൻ്റെ പേരിലല്ല, വികസനത്തിൻ്റെ പേരിലല്ല, മതേതരത്വത്തിൻ്റെ പേരിലല്ല, ജനാധിപത്യത്തിൻ്റെ പേരിലല്ല, മറിച്ച് തങ്ങൾക്ക് MPയും MLAയും മന്ത്രിമാരുമാകാനുള്ള അവസരം നഷ്ടപ്പെട്ട് അധികാര രാഷ്ട്രീയത്തിന് പുറത്ത് കേരളത്തിലെ LDFും UDFും നേതാക്കൾ നിൽക്കേണ്ടി വരുമെന്നുള്ള തിരിച്ചറിവിൽ നിന്ന് പാർലമെൻ്ററി വ്യാമോഹം ഒന്നുകൊണ്ട് മാത്രം, പച്ചയ്ക്ക് പറഞ്ഞാൽ രാഷ്ട്രീയ വ്യഭിചാരം ആണ് ഇവർ നടത്തിയത് എന്നുള്ള കാര്യമാണ് ChatGPT മുമ്പോട്ട് വെക്കുന്നത് എന്നുള്ളതാണ്. 2020 മുമ്പോട്ട് വെച്ച കാര്യങ്ങൾ പാരമ്പര്യ ഐഡിയോളജികളെ 2020 കടത്തിവെട്ടി
കേഡർ പൊളിറ്റിക്സിനേക്കാൾ പെർഫോമൻസിന് 2020 പ്രാധാന്യം കൊടുത്തു. പിന്നെ വെൽഫെയർ, എഫിഷ്യൻസി, ലോക്കൽ ക്രെഡിബിലിറ്റി, ഉത്തരവാദിത്ത ബോധം, ഇവ 2020 മുമ്പോട്ട് വെച്ചു. എന്നാൽ ഇടതുപക്ഷവും വലതുപക്ഷവും LDFും UDFും ഉത്തരവാദിത്വപൂർണമായ രാഷ്ട്രീയമല്ല, മറിച്ച് പാർട്ടി അടിമകളെ സൃഷ്ടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന രാഷ്ട്രീയമാണ് അവർ കളിച്ചുകൊണ്ടിരുന്നത്. അതിനെതിരെ എഫിഷ്യൻസി, വെൽഫെയർ, ക്രെഡിബിലിറ്റി എന്നിവയാണ് 2020 മുമ്പോട്ട് വെച്ചത്. ഇത് അവർക്ക് ഭീഷണിയായി തോന്നിയെന്ന് ChatGPT പറയുകയാണ്. ഇനി തുടർന്ന് ChatGPT അതിനെ കൺക്ലൂഡ് ചെയ്യുന്നത് ഡെമോക്രസിയിൽ കോമ്പറ്റീഷൻ ഓഫ് വിഷൻ വേണം, കാർട്ടൽ പൊളിറ്റിക്സ് അല്ല. കോമ്പറ്റീഷൻ ഓഫ് വിഷൻ, ദർശനങ്ങൾ തമ്മിലുള്ള മത്സരമാണ് ഉണ്ടാകേണ്ടത്, കാർട്ടൽ പൊളിറ്റിക്സ് അല്ല. ഡ്രഗ് കാർട്ടലുകളെ കുറിച്ച് നമ്മൾ സിനിമയിൽ കേൾക്കാറുണ്ട്, മയക്കുമരുന്ന് മാഫിയ ഗൂഢസംഘങ്ങളെക്കുറിച്ച്. അപ്പോൾ കേരളത്തിൽ നടക്കുന്നത് രാഷ്ട്രീയ മാഫിയ ഗൂഢസംഘങ്ങളാണെന്ന് ചുരുക്കം, കാർട്ടൽ പൊളിറ്റിക്സ്. എന്നാൽ കൃത്യമായും വികസനവും മതേതരത്വവും മുമ്പോട്ട് വെക്കുന്ന, പഠനത്തോടൊപ്പം കുഞ്ഞുങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന, പുതിയ സംസ്കാരം കൊണ്ടുവരാൻ പറ്റുന്ന വ്യക്തികളെ പ്രൊമോട്ട് ചെയ്യേണ്ടതിന് പകരം, അവർക്ക് വോട്ട് ചെയ്യേണ്ടതിന് പകരം രാഷ്ട്രീയ അടിമകൾ കേരളത്തിൽ ധാരാളം ഉള്ളത് കൊണ്ടല്ലേ ഇത്തരം രാഷ്ട്രീയ വ്യഭിചാരം നടത്തുവാൻ ഇത്തരം രാഷ്ട്രീയ പാർട്ടികൾക്കും നേതാക്കൾക്കും യാതൊരു മടിയുമില്ലാത്തത് എന്നുള്ളതാണ്. ഇപ്പോൾ LDFും UDFും കൂടെ ചേർന്ന് BJPക്കെതിരെയാണ് മത്സരിച്ചതെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അവർ മത്സരിച്ചത് വികസനം കൊണ്ടുവന്ന, കടബാധ്യതകളില്ലാത്ത പഞ്ചായത്ത് ഭരണ സംവിധാനം ഉയർത്തിക്കാണിച്ച ഒരു പാർട്ടിക്കെതിരെയാണ് LDFും UDFും ഒരുമിച്ച് മത്സരിച്ചതെന്നും അതിന് വോട്ട് ചെയ്യുവാൻ ആൾക്കാർ തയ്യാറായി എന്നുള്ളതുമാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൻ്റെ ചീഞ്ഞു നാറുന്ന മുഖമെന്നുള്ളതാണ്. തങ്ങളുടെ മക്കൾ നാട് വിട്ടിട്ടും അന്യദേശത്ത് പോയി അടിമകളെ പോലെ പണിയെടുത്തിട്ടും വീണ്ടും വീണ്ടും പാർട്ടി അടിമത്തം മൂലം ഇവർ കോട്ടുകൊത്തുന്ന ഞാനും നിങ്ങളുമൊക്കെയാണ് യഥാർത്ഥ പ്രതിസ്ഥാനത്ത്